റേസിൽ വിജയിക്കുന്നതിനായി ഓടുക എന്നതല്ല, പകരം വളരെ വേഗത്തിൽ ഓടുക എന്നതാണ് പ്രധാനം. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ പഠിക്കുവാനായി നിങ്ങൾ തീർച്ചയായും മോട്ടിവേറ്റഡ് ആയിരിക്കും. മോട്ടിവേഷന് വേണ്ടി നിങ്ങൾക്ക് ഇനിയൊരു വീഡിയോയും കാണേണ്ടതായി വരില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരുടെയും റിസൾട്ട് വന്നിട്ടുണ്ടാകും. അതിൽ കുറച്ചു പേർക്ക് വർഷം മുഴുവനും കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായി മികച്ച റിസൾട്ട് ലഭിച്ചിട്ടുണ്ടാവും. എന്നാൽ അമ്മയും അച്ഛനെയും പ്രൗഡ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ പല വിദ്യാർത്ഥികളും ഈ കൂട്ടത്തിലുണ്ടാകും. അതിനുള്ള കാരണമാണ് അവർ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നന്നായി പഠിക്കാൻ സാധിക്കാതെ പോയത്. ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി പഠനത്തിൽ 100% ശ്രദ്ധയും നൽകണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു അവർ. എന്നാൽ അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഇതിനൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പഠിക്കാൻ താല്പര്യമില്ല എന്നത്. ജീവിതത്തിൽ ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന മികച്ച ഒന്നാണ് വായന. വായിക്കുന്നതിലൂടെ അറിവ് നേടാം എന്നാണല്ലോ. പക്ഷേ ഇന്ന് വായിക്കാൻ സമയം തീരെയില്ലാത്തത് കാരണം മലയാളത്തിലെ മികച്ച പുസ്തകങ്ങളെപ്പറ്റി ഒന്നും തന്നെ അറിയാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് കുക്കു എഫ്. വിജയികളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് മാസ്റ്റർ മൈൻഡ്. ദ മെമ്മറീസ് ഓഫ് നെപ്പോളിയൻ ഹിൽ. വിജയം, സമ്പത്ത് തുടങ്ങിയവ നേടാൻ സഹായിക്കുന്ന പലതരം മാർഗങ്ങളും നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. 50,000-ൽ പരം ലിസണേഴ്സ് ഉള്ള ഈ പുസ്തകം എക്സ്ക്ലൂസീവായി നിങ്ങൾക്കും കുക്കു എഫിലൂടെ കേൾക്കാവുന്നതാണ്. മലയാളത്തിലെ മികച്ച എഴുത്തുകാരായ ബഷീർ, MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, OV വിജയൻ, ബെന്യാമിൻ തുടങ്ങിയവരുടെ ഏറ്റവും മികച്ച കൃതികളും നിങ്ങൾക്ക് കുക്കു എഫിലൂടെ ആസ്വദിക്കാവുന്നതാണ്. 7 ഡേ ഫ്രീ ട്രയൽ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലർ ബുക്സ് ഫ്രീ ആയി കുക്കു എഫിലൂടെ ആസ്വദിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ബെസ്റ്റ് ഓഡിയോ ലേണിംഗ് എക്സ്പീരിയൻസിനായി നിങ്ങൾക്ക് കുക്കു എഫ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പലർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം എന്തെന്നാൽ അവർ പഠനത്തെ ഒരു ഭാരമായി കണക്കാക്കുന്നു എന്നതാണ്. പഠനത്തിൽ നിന്നും അകലെ പോകുന്നത് ഇതിനുള്ള പരിഹാരമല്ല. കാരണം നിങ്ങൾ ഏത് കാര്യത്തിൽ നിന്നാണോ ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളെ പിന്തുടരുന്നതാണ്. അതുകൊണ്ട് പഠനത്തിൽ നിന്നായാലും ദൗർബല്യങ്ങളിൽ നിന്നായാലും തിരിഞ്ഞോടുന്നത് അത്ര നല്ല ശീലമല്ല. നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരു പയ്യന്റെ കഥ. അവന് പഠനത്തിൽ വളരെയധികം പിന്നിലായിരുന്നു. അവന് പഠിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവന്റെ മാതാപിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുത്താണ് അവന്റെ പഠന ചിലവുകളുള്ള പണം കണ്ടെത്തിയിരുന്നത്. പണിക്ക് പോകാത്ത ഒരു ദിവസം പോലും ആ അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. മകന്റെ ഫീസ് അടച്ചതിന് ശേഷം ബാക്കിയുള്ള തുകയിലായിരുന്നു ആ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. ഈ വേദനകൾക്കിടയിലും അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ മകൻ പഠിച്ച് വലുതായി നല്ല നിലയിൽ എത്തുന്ന സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ആ മകന് അവന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അവൻ കൂട്ടുകാരോടൊപ്പം കളിച്ചു നടന്നു. അവന്റെ ഇഷ്ടത്തിന് അവൻ അവന്റെ ജീവിതം ജീവിക്കുകയായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ പഠിക്കുന്ന നാടകം കാഴ്ചവെക്കുകയായിരുന്നു അവൻ. മാതാപിതാക്കളുടെ സ്വപ്നം മനസ്സിലാക്കാത്ത ആ മകൻ അവന്റെ കഷ്ടപ്പാടിന് മുതലെടുത്ത് ജീവിതം അടിച്ചു പൊളിക്കുകയായിരുന്നു. എന്നാൽ ആ അമ്മയും അച്ഛനും മകൻ ഉന്നത നിലയിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ തന്നെ ആ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുന്നു. ആ മകൻ ഒരിക്കലും മാതാപിതാക്കളുടെ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചില്ല. കാരണം അവൻ ആത്മാർത്ഥമായി അതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഓരോ രൂപയ്ക്കും അവന് പലതരം ജോലി എടുക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പോഴാണ് അവന് പഠനത്തിന്റെ വില മനസ്സിലായത്. അവന്റെ അച്ഛനും അമ്മയും അവനോട് പഠിക്കാൻ പറഞ്ഞിരുന്ന ആ കാലം അവൻ ഓർമ്മ വന്നു. എന്നാൽ അപ്പോഴേക്കും സമയം ഒരുപാട് കടന്നുപോയിരുന്നു. അവന്റെ ജീവിതത്തിൽ നിരാശയും പശ്ചാത്തലവും അല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. കൂലിപ്പണിയെടുക്കുക എന്നല്ലാതെ അവന് മുന്നിൽ മറ്റു വരുമാന മാർഗങ്ങളും ഇല്ലായിരുന്നു. എല്ലാവർക്കും ജീവിതം മികച്ചതാക്കാൻ ഒരേ ഒരു അവസരമേ ലഭിക്കുകയുള്ളൂ. അതാണ് പഠനം. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്നാൽ പിന്നീട് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. നിങ്ങൾ ഈ കഥയിലെ പയ്യനെ പോലെയാണ് പഠിക്കുന്നതെങ്കിൽ അവനുണ്ടായ അവസ്ഥ നിങ്ങൾക്ക് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇന്ന് നീ സമയത്തെ ബഹുമാനിച്ച് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നാളെ സമയം നിന്നെ ബഹുമാനിക്കും. എന്നാൽ നീ അതിനെ കളിച്ചു കളയുകയാണെങ്കിൽ നാളെ ഇതേ സമയം നിങ്ങളുടെ ജീവിതം വെറും ഒരു കളിയാക്കലാക്കി തീർക്കും. നിങ്ങളുടെ മാർക്ക് കുറഞ്ഞുപോയി. അന്ന് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മാർക്ക് നേടാമായിരുന്നു. എന്നാൽ അത് നിങ്ങൾ ചെയ്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണേണ്ടതായി വരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ നിങ്ങളെ നല്ല മാർക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പുതിയ പഠനവർഷം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികളും അടിച്ചു പൊളിക്കുന്നുണ്ടാകും. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നുണ്ടാകും. ഈ സമയം കുറച്ചെങ്കിലും കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നിലെത്തുന്നതാണ്. ക്ലാസ്സുകൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. 99% വിദ്യാർത്ഥികളും ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ഡെയിലി റുട്ടീൻ, സ്റ്റഡി പ്ലാൻ തുടങ്ങിയവ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേയുള്ള ഈ ഫ്രീ ടൈമിൽ സിലബസ് അനലൈസ് ചെയ്ത് നല്ലൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. മറ്റു വിദ്യാർത്ഥികൾ അവരുടെ പ്ലാനിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയും അവരെക്കാൾ മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒന്നാമൻ എന്തായാലും ആകില്ല. എന്നാൽ 75% ആളുകളെക്കാൾ മുന്നിലെത്തും.
കഴിഞ്ഞുപോയ സമയത്തെ ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തെ ആലോചിച്ച് നിരാശപ്പെട്ട് ജീവിതം തകർക്കാനാണോ അതോ ഇനിയുള്ള സമയം ഫലപ്രദമായി വിനിയോഗിച്ച് നല്ലൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. വാസ്തവത്തിൽ ജീവിതം മികച്ചതാകണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുക തന്നെ വേണം. ഇന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ സമാധാനമായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങൾ ജീവിതം അടിച്ചു പൊളിക്കുന്നതിലാണ് ശ്രദ്ധ നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ഭാവി അവതാളത്തിലാകും. ഇന്ന് 8 മണിക്കൂർ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നാളെ 12 മണിക്കൂർ വെയിലത്ത് നിന്ന് പണിയെടുക്കേണ്ട ആവശ്യമുണ്ടാകില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ സമയമാണിത്. പഠിക്കാനായി നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് തീർച്ചയായും എല്ലാം പഠിച്ചു തീർക്കാൻ സാധിക്കും. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ഏത് പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. ഡെഡ് ലൈൻ ഉണ്ടാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഒരിക്കലും പൂർണ്ണമായി പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 10 മാസം ഉണ്ടാകാം. എന്നാൽ കൃത്യമായ ഡെഡ് ലൈൻ ഉണ്ടാക്കാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേയായി എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിച്ചു എന്ന് വരില്ല. പഠിക്കാതിരിക്കുകയാണെങ്കിൽ 10 മാസത്തിൽ നിന്നും പരീക്ഷയ്ക്ക് മുന്നേയുള്ള 10 ദിവസങ്ങൾക്കിടയിലുള്ള ദൂരം വളരെയധികം ചെറുതാണ്. അതുകൊണ്ട് പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു തീർക്കുക. പഠിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ കൃത്യമായ ഇടവേളയിൽ റിവൈസ് ചെയ്യുകയും വേണം. അതുകൊണ്ട് ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ വീണ്ടും വായിക്കുക. അങ്ങനെ നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിൽ പഠിച്ച കാര്യങ്ങൾ സേവ് ആകുന്നതാണ്. പഠിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം ഒരു ഡയറിയിൽ കുറിച്ചു വെച്ച് അടുത്ത ദിവസം ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കുക. സംശയങ്ങൾ കൃത്യമായി ഇടവേളയിൽ മാറ്റിയില്ലെങ്കിൽ പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് സംശയങ്ങൾ ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ സ്വയം പഠിക്കുക. കാരണം ഈ ലോകത്തിലെ ഏതൊക്കെ മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടാലും നിങ്ങൾ സ്വയം പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അവസാനം വരെ ഈ വീഡിയോ കണ്ട ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഉയരങ്ങളിൽ എത്തണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ട്. നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ ഉയർന്നു വരുന്നതാണ്. വായന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ മറക്കണ്ട. അതിനായി കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്.